വർഷങ്ങൾക്ക് മുൻപ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് തിരുവെഴുത്തിൻ പ്രകാരം കാലസമ്പൂർണതയിൽ മനുഷ്യനായി അവതരിച്ച ക്രിസ്തു എന്ന യേശു, ആ മർമ്മത്തെ ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്ന ഈ ക്രിസ്മസ് സീസണിൽ എന്റെ ശ്രോതാക്കളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യട്ടെ. തിരുവെഴുത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യവും ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യവും ഇന്നേക്ക് ഏതാണ്ട് 5000-ൽ പരം വർഷങ്ങൾക്ക് പുറകിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പ്രവചനികമായി പറയപ്പെട്ടത് നിവൃത്തീകരിച്ചു എന്നുള്ളത് സത്യമായ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ലളിതമായ 1-2 വാക്കുകളിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എന്തിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? അല്ലെങ്കിൽ ക്രിസ്മസ് സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. 1 തിമോഥെയോസ് 1-ാം അധ്യായം 15-ാം വാക്യം. ക്രിസ്തു യേശു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് മറിയാമിന്റെ അടുക്കൽ പ്രത്യക്ഷനായി അരുളി ചെയ്ത ദൈവദൂതൻ മറിയാം അതുപോലെ അത് നിർവഹിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളോടും എനിക്ക് ഈ സുവിശേഷ സന്ദേശത്തിലൂടെ ഓർപ്പിക്കാനുള്ളത്, ഈ ക്രിസ്മസ് ആഘോഷ നാളുകളിൽ ഇന്ന് ലോകമെമ്പാടും അറിയുന്ന യേശു എന്ന ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു അവിടത്തേക്ക് നമ്മുടെ ഹൃദയത്തെ നൽകി നമ്മുടെ പേരുകൾ ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തിയാൽ കർത്താവ് പറയുന്ന രക്ഷ നമുക്ക് ഭദ്രമാക്കാൻ കഴിയും. ഈ ക്രിസ്മസ് നാളുകളിൽ നിങ്ങളുടെ നിത്യതയെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ആത്മരക്ഷയെക്കുറിച്ച് ഇതുവരെ ചിന്തിക്കുവാൻ സാവകാശം ലഭിച്ചിട്ടില്ലെങ്കിൽ വളരെ വിനയത്തോടും സ്നേഹത്തോടും ആർദ്രതയോടും കൂടെ ഒരു സുവിശേഷ പ്രഭാഷക എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഈ നാളുകൾ നിങ്ങൾക്ക് സഹായകരമാകട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്.